ഇന്ത്യൻ പട്ടാളത്തിൻ്റെ 75% റഷ്യൻ എക്യുപ്മെൻറ്റ്സ് ആണ്, റഷ്യൻ ഹാർഡ്വെയർ ആണ്. പിന്നീട് അമേരിക്കൻ സാധനമുണ്ട്. അതായത് ഈ ഇടയ്ക്ക് വന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ, ഹോവിസ്റ്റർ ഗണ്ണ്, മറ്റുള്ള എക്യുപ്മെൻറ്റ്സ്. അതായത് ഇപ്പോഴും അമേരിക്ക നമുക്ക് ഡ്രോൺസ് തന്നിട്ടില്ല, അതേപറ്റി പറയുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇസ്രായേലി എക്യുപ്മെൻറ്റ്സ്. അപ്പം ചൈനീസ് എക്യുപ്മെൻ്റ് അതിൻ്റെ കേപ്പബിലിറ്റി ഇന്ത്യയുടെ റഷ്യൻ എക്യുപ്മെൻറ്റ്സിനെതിരെ, അമേരിക്കൻ ഇസ്രായേലിനെതിരെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്കാണ്. ചൈനീസ് എക്യുപ്മെൻറ്റ്സിനും ഈ സാധനത്തിൽ ഗ്ലോബൽ ഡിമാൻഡ് അങ്ങായി. അപ്പോൾ അവിടെ ഈ പറയുന്ന റഷ്യയിൽ ഇപ്പം ഏറ്റവും കൂടുതലുള്ള പല ഈ എക്യുപ്മെൻറ്റ്സും ഈ മിലിറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റ് മുഴുവൻ അടച്ചങ്ങ് കൂട്ടും. പിന്നെ അവൻ്റെ സാധനം ആരും മേടിക്കത്തില്ല, ഇതെല്ലാം ചൈനയിൽ പോകും. അതിൻ്റെ ഡസോൾട്ടിൻ്റെ റഫേലുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ ക്യാമ്പയിൻ നടത്തിയില്ലയോ ചൈന? അവൻ്റെ ജേട്ടൻ ഇന്ത്യൻ സാധനത്തെ അടിച്ചിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ P-15 മിസൈൽസ്, എയർ ടു എയർ, അങ്ങനെ മറ്റുള്ള സാറ്റലൈറ്റ് ഇമേജ്, AI ഇമേജ്, അതിനെപ്പറ്റി അവർ പറയുന്നില്ല. അപ്പം അതിനൊക്കെ ഒരു പ്ലാറ്റ്ഫോം വേണം. അതിനുശേഷം അവർ ഗ്ലോബൽ മാർക്കറ്റിൽ ചലഞ്ച് ചെയ്യും.